ആരും ഞെട്ടരുത്. രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കോടതി നോട്ടീസ് വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക വഴി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും വികാരം വ്രണപ്പെട്ടു പോയി എന്നാണ് പരാതിയിൽ പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷത്തെ വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് എന്നിരിക്കെ ഇവരുടെ എന്ത് വികാരമാണ് ഈ വ്രണപ്പെട്ടു പോയത് എന്ന് മനസ്സിലാകുന്നില്ല. അണപൊട്ടി ഒഴുകുകയാണ് സംഘപരിവാറിന്റെ വികാരങ്ങൾ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. വലിയ വികാര ജീവികളായിരിക്കാനാണ് സാധ്യത. രാഹുൽ ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഹിന്ദു ശക്തിദളിന്റെ ദേശീയ അധ്യക്ഷൻ സിമ്രാൻ ഗുപ്ത സമർപ്പിച്ച ഹർജിയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രാദേശിക കോടതി നോട്ടീസ് അയച്ചത്. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ജനുവരി 15-ാം തീയതി ഡൽഹിയിലെ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പോരാട്ടം BJPക്കോ RSSനോ എതിരല്ല, മറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരാണ് എന്ന് മാത്രമാണ് രാഹുൽ പറഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന സിമ്രാൻ ഗുപ്തയുടെ പരാതിയിലാണ് ഇപ്പോൾ കോടതി നടപടി വന്നിരിക്കുന്നത്. കോടതി പറയുന്നത് പ്രകാരം ഏപ്രിൽ 4-ാം തീയതി കോടതിയിൽ ഹാജരാകുകയോ അവിടെ മറുപടി സമർപ്പിക്കുകയോ വേണമെന്നുള്ളതാണ്. അതാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ സച്ചിൻ ഗോയലാണ് ഇത് വ്യക്തമാക്കിയതും. സത്യത്തിൽ എന്ത് വിരോധാഭാസമാണ് ഒരു കൂട്ടം മോദി ഭക്തന്മാരുടേത് എന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായത് കൊണ്ട് മാത്രമാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായതും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ മതേതരത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതും. അത് നമുക്ക് നന്നായി അറിയാം. ഈ രാജ്യത്ത് മൺമറഞ്ഞു പോയ അതിൽ തന്നെ 99% ഹൈന്ദവരായിട്ടുള്ള മഹാരഥന്മാരുടെ വലിയ സ്വപ്നമായി നിലനിൽക്കുന്നത് മതേതരത്വം എന്നുള്ളതാണ്. അങ്ങനെയാണ് പണ്ട് മുതൽക്ക് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ നേതാവിന് ഈ രാജ്യത്ത് മതേതരം തകരുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ മാന്യമായി പറഞ്ഞതാണ് ആ വാക്കുകൾ. ഞങ്ങളുടെ പോരാട്ടം BJPക്കോ RSSനോ മാത്രം എതിരല്ല, മറിച്ച് ഈ മതേതരത്വം തകർക്കുന്ന ഭരണകൂടത്തിനെതിരാണ് എന്നുള്ള കാര്യം. BJPയും RSSും എന്തു ചെയ്താലും അത് അവരുടെ പാർട്ടി കാര്യമാണ്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാർ തോന്നിയാസം കാണിച്ചാൽ അതിൽ ഞങ്ങൾ ഇടപെടുമെന്നും അത് നോക്കി നിൽക്കുന്നില്ല എന്നും പറഞ്ഞപ്പോഴാണ് ചിലരുടെ വികാരം അങ്ങ് ആവിയായി പോയതും അണപൊട്ടി ഒഴുകിയതും. അത് കോടതിയിലെത്തിക്കാനും നോട്ടീസ് അയപ്പിക്കാനെല്ലാം വലിയ തിടുക്കം കാണിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളുടെയും പ്രീതി പിടിച്ചു പറ്റാനാണ് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ കേസ് കൊടുക്കുന്ന മാന്യന്മാർ ഒന്ന് ചരിത്രം പരിശോധിക്കുക. ഇതിനേക്കാളും വലിയ പുള്ളികൾ കർണാടകത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്ത് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി വസതിയിൽ നിന്നും ഇറക്കി വിട്ട് ആഘോഷിച്ചവരുടെ മുന്നിലേക്ക് പിന്നീട് രാഹുൽ ഗാന്ധി വന്നതെങ്ങനെ എന്ന് ഓർമ്മ കാണില്ല. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇരട്ടി സീറ്റുകൾ ഈ രാജ്യത്ത് നേടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നത്. അതിലൊട്ടും കുറവ് ഇനിയും ഉണ്ടാകില്ല. അതുകൊണ്ട് കോടതിയും പോലീസും നരേന്ദ്രമോദിയുടെ വകയാണെന്നുള്ളൊരു ധാരണ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്.